ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് പ്രീമിയം പേഴ്സണൽ ലോണിന്റെ സമ്പൂർണ്ണ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് പ്രീമിയം എന്ന പേഴ്സണൽ ലോണിന്റെ വായ്പാ തുക, പലിശ നിരക്ക്, അതുപോലെ തിരിച്ചടവ് കാലാവധി, ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് തുടങ്ങിയ സമ്പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ യൂട്യൂബ് ചാനലിൽ നിരവധി വായ്പാ പദ്ധതികൾ, അതുപോലെ തന്നെ ഓൺലൈൻ ജോബുകൾ ഉൾപ്പെടെ നിരവധി ജോബ് അലർട്സിന്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എന്റെ പേര് ക്ലിൻസ് രാജമണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ കാണുന്ന പലരും ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവരായിരിക്കും. നിരവധി വായ്പാ സേവനങ്ങൾ ഫെഡറൽ ബാങ്ക് നൽകുന്നുണ്ട്. അതിലെ ഒന്നാണ് ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് പ്രീമിയം പേഴ്സണൽ ലോൺ. ഇതൊരു പേഴ്സണൽ ലോൺ ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നമുക്ക് ഇതിൽ നൽകേണ്ട ആവശ്യമില്ല. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ മാത്രം പരിഗണിച്ചാണ് ഈ വായ്പ നൽകുന്നത്. നിലവിൽ ഫെഡ് പ്രീമിയം പേഴ്സണൽ ലോൺ ഇനത്തിൽ ഫെഡറൽ ബാങ്ക് 25 ലക്ഷം രൂപ വരെയാണ് വായ്പാ തുകയായിട്ട് നൽകുന്നത്. നമ്മൾ എടുക്കുന്ന വായ്പാ തുകയുടെ അടിസ്ഥാനത്തിൽ പരമാവധി 60 മാസം വരെയാണ് ഇതിന് തിരിച്ചടവ് കാലാവധിയായിട്ട് ലഭ്യമാവുന്നത്. 10.49-നും 17.99% ഇടയിലാണ് ഇതിന്റെ വാർഷിക പലിശ നിരക്ക്. എന്നാൽ ഈ വാർഷിക പലിശ നിരക്ക് ബാങ്കുകളുടെ പോളിസിയിലും റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകാം. നിലവിലത്തെ പലിശ നിരക്കാണ് പറയുന്നത്. 700 മുകളിൽ സിബിൽ സ്കോർ ഉള്ള സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. നെറ്റ് സാലറി എന്ന് പറയുന്നത് കുറഞ്ഞത് 25,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിലവിൽ ഉണ്ടായിരിക്കണം. ഈ 25,000 രൂപ നെറ്റ് സാലറി എന്ന് പറയുമ്പോൾ നമ്മളുടെ മറ്റെല്ലാം കട്ടിങ്ങുകളും കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതായിരിക്കണം 25,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കും, 25,000 രൂപ ഇത്ര വരുമാനമുള്ളവർ എന്തിനാണ് എന്നെ വായ്പ എടുക്കുന്നത്? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 25,000 രൂപ നെറ്റ് സാലറി എന്ന് പറയുന്നത് അത്ര വലിയൊരു തുകയല്ല, അതൊരു ചെറിയ തുകയാണ്. പലർക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്ക് അതിലും മേളിലായിരിക്കും നെറ്റ് സാലറി അല്ലെങ്കിൽ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്. പ്രായപരിധി 60 വയസ്സ് വരെയാണ്. ഇനി ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, 3 മാസത്തെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്, ഫോം 60 അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ 2 വർഷത്തെ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ഫോം 60 അല്ലെങ്കിൽ ഇൻകം ടാക്സ്, 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഈ വായ്പയ്ക്ക് വേണ്ട ഡോക്യുമെന്റ്സ്. എടുക്കുന്ന വായ്പയുടെ തിരിച്ചടവ് EMI ആയിട്ടാണ്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തനിയെ EMI ഡീറ്റെയിൽ അവർ ഓട്ടോ ഡെബിറ്റ് ചെയ്തോളും. അതിനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണമെന്ന് മാത്രം. ഈ വായ്പയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ളവർ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയായിട്ട് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. നമുക്ക് എന്തുമാത്രം വായ്പാ തുക നൽകണം, അതുപോലെ പലിശ നിരക്ക് തുടങ്ങിയൊക്കെ നമ്മുടെ സിബിൽ സ്കോറും അതുപോലെ തന്നെ നെറ്റ് മന്ത്ലി ഇൻകം അല്ലെങ്കിൽ നെറ്റ് സാലറിയും പരിഗണിച്ചാണ് ബാങ്ക് തീരുമാനിക്കുന്നത്. നല്ലൊരു സിബിൽ സ്കോറും നല്ലൊരു നെറ്റ് സാലറി ഉള്ളവർക്ക് വലിയ വായ്പാ തുക ലഭ്യമാകും. ബാങ്ക് എല്ലാവർക്കും വായ്പ നൽകണമെന്നില്ല, സെലക്ടഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ വായ്പ നൽകൂ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എന്തുമാത്രം വായ്പാ തുക, പലിശ നിരക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സിബിൽ സ്കോർ, അതുപോലെ തന്നെ പ്രായം, പ്രതിമാസ വരുമാനം തുടങ്ങിയൊക്കെ പരിഗണിച്ചാണ്. നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോറും നല്ലൊരു സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വായ്പാ തുക അല്ലെങ്കിൽ കൂടുതൽ വായ്പാ തുക ലഭ്യമാകുന്നതാണ്. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആയിട്ടുള്ളവർക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.